മലയാള സിനിമയിലെ മികച്ച ഒരു നടിയാണ് ടി ഉഷ. പഞ്ചാബി ഹൗസ് എന്ന സിനിമയിൽ ഒരൊറ്റ സീനിൽ സോന എന്ന കഥാപാത്രത്തെ താരം അവതരിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ അവരുടെ ജീവിതം വളരെ കഷ്ടത്തിലാണെന്ന് തന്നെ പറയാം. തിരുവനന്തപുരത്തുള്ള ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപം ഒരു ലോഡ്ജിലാണ് അവർ ഇപ്പോൾ താമസിക്കുന്നത്. ഉഷയുടെ ജീവിതത്തെക്കുറിച്ച് സിനിമ കേരള എന്ന യൂട്യൂബ് ചാനലിൽ അവർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. അവരുടെ വാക്കുകൾ ഇപ്രകാരം: അവർ ജനിച്ചത് കണ്ണൂരിലാണ്. കണ്ണൂരിൽ ജനിച്ച അവർ ഒരാളെ പ്രണയിച്ചു. അയാളുമൊത്ത് ഒളിച്ചോടി. പിന്നീട് വിവാഹം കഴിച്ചു എന്നാണ് താരം വെളിപ്പെടുത്തിയത്. പിന്നീട് അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. ഉഷയുടെ ദാമ്പത്യം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ബസ് ആക്സിഡന്റിൽ വെച്ച് അവരുടെ ഭർത്താവ് മരണപ്പെട്ടു. ഭർത്താവ് മരണപ്പെട്ട സമയം കഴിഞ്ഞ് പിന്നീട് ഭർത്ത വീട്ടിൽ നിന്ന് ഒരുപാട് പീഡനം സഹിക്കേണ്ടി വന്നു എന്നും അവർ കൂട്ടിച്ചേർത്തു. പിന്നീട് കണ്ണൂരിലേക്ക് വീണ്ടും മടങ്ങി വന്ന് കുഞ്ഞിനെ അവരുടെ അമ്മയെ ഏൽപ്പിച്ചു. അങ്ങനെ ഉഷ മദ്രാസിലേക്ക് തിരിച്ചുപോയി. അവിടെയുള്ള ഒരു ബ്യൂട്ടി പാർലർ ഷോപ്പിൽ അവർ ജോലി ചെയ്തു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഈ ചിത്ര സംവിധായകൻ വരികയും അവരിൽ ഒരു ഈ ചിത്ര നായികയായി ടി ഉഷയെ കാണുകയും ചെയ്തു. അങ്ങനെ ടി ഉഷ ആര്യ എന്ന നടിയായി മാറി. കൽപ്പന ഹൗസ് എന്നിങ്ങനെയുള്ള ഒരുപിടി ഈ ചിത്രങ്ങളിൽ അവർ കയ്യും മെയ്യും മറന്ന് അഭിനയിച്ചു. ഓരോ ചിത്രങ്ങളിലും താൻ നഗ്നത കാട്ടി അഭിനയിക്കുമ്പോഴും ഓരോ ചിത്രങ്ങളിലും മാദകസുന്ദരിയായി വിശേഷിക്കുമ്പോഴും അവരുടെ മനസ്സ് പിടയുകയായിരുന്നു എന്നാണ് താരം പറഞ്ഞത്. താൻ അഭിനയിച്ചത് തൻ്റെ കുഞ്ഞിനു വേണ്ടി മാത്രമായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി. നാന എന്നിങ്ങനെ തുടങ്ങിയുള്ള നിരവധി വാരികയിലും അവരുടെ ശരീരത്തിന്റെ ചിത്രങ്ങൾ വന്നു തുടങ്ങി. എന്നാൽ അതൊന്നും താൻ കാര്യമാക്കിയില്ല എന്നും താരം പറഞ്ഞു. അഭിനയത്തിലൂടെ ഒരുപാട് സമ്പത്തുകൾ നേടിയിട്ടുണ്ടെന്നും പല ചതികളിൽ താൻ പെട്ടുവെന്നും സിനിമ കേരളയിലൂടെ താരം തുറന്നു പറഞ്ഞു. പിന്നീട് താരം ജീവിതം ഒരു കരക്കടുപ്പിച്ചു എന്ന് പറയാം. അങ്ങനെ ഉഷ എന്ന ആര്യ വീണ്ടും ഒരു എയർഫോഴ്സ് ജോലിയുള്ള ഒരാളെ വിവാഹം കഴിച്ചു. തൻ്റെ 2 മക്കളെയും സിനിമയിലും കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിൽ മകൻ ഓട്ടോഗ്രാഫർ എന്ന സീരിയലിൽ നായകനായി വേഷമിട്ടു. സിനിമ കേരളയോട് ഉഷയുടെ കഥ പറയുമ്പോൾ അവർ അഭിമാനിക്കുകയും എന്നാൽ ആര്യയുടെ കഥ പറയുമ്പോൾ കണ്ണു നിറയുകയുമാണ് ചെയ്തത്. പല മലയാള നടന്മാരും കാമാസക്തിയോടെ തന്നെ സമീപിച്ചതും അവരെ താൻ ഒഴിവാക്കിയതുമൊക്കെ സിനിമ കേരളയോട് താരം തുറന്നു പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ടി ഉഷ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. താരം പറയുന്നത് 100 രൂപ ലഭിച്ചാൽ 30 രൂപയ്ക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ്. അതുപോലെ തന്നെ ടി ഉഷ സമൂഹ സേവനത്തിൽ മുന്നോട്ട് പോകുന്നു. അതിനുവേണ്ടിയാണ് താനും മക്കളും അഭിനയത്തിന്റെ പാതയിലേക്ക് എത്തിയത് എന്നും താരം തുറന്നു പറഞ്ഞു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ജീവിതം മുന്നോട്ട് പോകുവാൻ ഈ ചിത്രങ്ങളിലും മറ്റും അഭിനയിക്കുന്നത് തെറ്റോ ശരിയോ? ഇങ്ങനെ ശരീരം പ്രദർശിപ്പിച്ച് ഈ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഉഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.